സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? നിലവിൽ നമുക്ക് ഫോർഡ് എൻഡവർ വരാണ്ട്, മെഴ്സിഡീസിന്റെ സി ക്ലാസ് വരാണ്ട്, ഇ ക്ലാസ് കാര്യങ്ങളൊക്കെ വരാണ്ട്, പ്രീമിയം വെഹിക്കിൾസ് വരാണ്ട്. ഇതിപ്പോ നമ്മള് എൻഡവർ ഏതാണുള്ളത്? എൻഡവർ 2018 മോഡൽ 3.2 വരാണ്ട്. 3.2. അപ്പൊ അത് തപ്പി നടക്കുന്നവരുണ്ടെങ്കിലും വിളിച്ചോ. ജസ്റ്റ് ടയർ കുറച്ച് കുറവുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മാറി കൊടുക്കാം. ഒന്നിക്കെ ഈ പറഞ്ഞ അതായത് 990 എന്ന് പറഞ്ഞ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ടയർ 4 മാറിത്തരും ഈ റേറ്റിൽ. പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ്. പഞ്ചാബീസിന്റെ അവിടുത്തെ എന്താ പറയാ മോഡിഫിക്കേഷൻ കയറിയ വണ്ടിയാണ്. പെട്ടെന്ന് കാണുന്നില്ല, സൈഡിൽ നിന്ന് അലോയ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഡയറക്റ്റ് പഞ്ചാബ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു 3 ഫോർച്യൂണർ പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ഗ്യാരേജ് ഹെഡ് ആണ്, മേലാറ്റൂരാണ് ലൊക്കേഷൻ വരുന്നത്. ഇവരുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതായത് കൂടുതലും ഡൽഹി റീവണ്ടികൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഫോർച്യൂണറിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഫോർച്യൂണർ നോക്കുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, കൂടുതൽ ഡീറ്റെയിൽ ചോദിക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ബ്രോ സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോന്റെ? ഉഷാറായിരുന്നു. പോയോ വണ്ടികളൊക്കെ? പോയിട്ടുണ്ട്. നമ്മളാ വാറണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പ്രീമിയം വണ്ടികൾക്ക് പ്രത്യേകം വാറണ്ടി പറഞ്ഞുകൊണ്ട് അത് ഒന്നുകൂടെ ഉഷാറായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവര് ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ എടുത്തു തരും വണ്ടികൾ. നേരിട്ട് പോയാൽ മതി, ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെടുത്ത് സ്റ്റോക്ക് ഫോർച്യൂണർ മാത്രം. അത് ഫോർച്യൂണർ ടൈപ്പ് 2 കൂടുതലായിട്ട് നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ 2-3 വണ്ടികൾ വന്നപ്പോ ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചു, ഒന്ന് കാണിക്കാന്ന് കരുതിയാണ്. അപ്പോഴാണ് ഓക്കെ. നല്ല വണ്ടികൾ തന്നെയല്ല? നല്ല വണ്ടികളാണ്. ഓക്കെ. എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. സംഭവം കേരളത്തിലെ മേലാറ്റൂരാണ്, പക്ഷേ ഡൽഹിയിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൂടി നോക്കിയിട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുത്ത് തരും. ഇവരുടെ കൂടെ തന്നെ ഇൻസ്പെക്ഷൻ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഇവാലുവേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പേടിക്കേണ്ട, ധൈര്യത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ കോൺടാക്റ്റിലേക്ക് വിളിച്ചോളൂ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം, വിട്ടുപോകരുത്. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ. നമ്മുടെ ആദ്യത്തെ ഫോർച്യൂണറാണ് ഇത്. കേരളം 55 റീ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാണ്. അതെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇനി ഒന്നും ചെയ്യാനില്ല, ഇതിൻ്റെ ടാക്സോ കാര്യം ഒന്നും നടക്കാനില്ല. നിങ്ങൾക്ക് വേണേൽ ലോണും കിട്ടുന്ന ഒരു ഫോർച്യൂണറാണ്. അത്യാവശ്യം ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കസ്റ്റമർ അടുത്ത് എടുത്തതാണ്, അപ്പോൾ അവര് ചെയ്താണ്. അങ്ങനെ. ഏതാ മോഡൽ ഇത്? ഇത് 2012 ഓട്ടോമാറ്റിക്കൽ ആദ്യമായിട്ട് വന്ന വണ്ടിയാണ്. 12 ഫസ്റ്റ് ഓട്ടോമാറ്റിക്, 2 വീൽ ഓട്ടോമാറ്റിക്. ഫാമിലിയിലൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാം, മൈലേജും അത്യാവശ്യം ഉണ്ട്. പൊതുവെ എത്ര കിട്ടും ഇതിന്? എന്തായാലും 10 കിലോമീറ്റർ എന്തായാലും കിട്ടും. 10 കിട്ടും. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും വലിയ വണ്ടിയിൽ 7 സീറ്ററിൽ 10 കിലോമീറ്റർ മൈലേജ്. ഓട്ടോ എത്രയാണ് കാണിക്കുന്നത്? അത് 1.89 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. സർവീസ് നമ്മൾ അവിടുന്ന് എടുത്തത് വരെയുള്ള പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഇവിടുന്ന് 2-3 പ്രാവശ്യം സർവീസ് ചെയ്തിട്ടുണ്ട്. അത് ഔട്ട്സൈഡ് ഗ്യാരേജിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ കിലോമീറ്റർ ജെന്യൂൻ ആണ്. ഓക്കെ. ഇവര് ഇൻസ്പെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ നോക്കിയെടുത്ത വണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലേ? ഇതിന് 0 റീപ്ലേസ്മെന്റ് ആണ്. ഗ്ലാസ് പോലും ഒറിജിനൽ, ഫ്രണ്ട് ഗ്ലാസ് എല്ലാം ഒറിജിനൽ, ഒന്നും മാറിയിട്ടില്ല. നല്ലൊരു അടിപൊളി ടൈപ്പ് 2 ഫോർച്യൂണർ ആണ്. ഇപ്പോഴും ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് അവിടെ സിംഗിൾ, ഇവിടെ സിംഗിൾ ഓണർഷിപ്പാ? അവിടെ സെക്കൻഡ് ഓണർ ആണ്. സിംഗിൾ ഓണറിൽ ഒരു കമ്പനിയിൽ പേര് മാറിയതാണ്. ഇവിടെ സിംഗിൾ ഓണർ ആണ്. ഓക്കെ. അപ്പോൾ എത്ര ചോദ്യം? ഇത് നമുക്ക് 10 ലക്ഷം രൂപേന്റെ താഴെ കൊടുക്കാം. ഒരു 990 കൊടുക്കാം. ടാക്സ് എല്ലാം അടച്ചിട്ടുണ്ട്. ജസ്റ്റ് ടയർ കുറച്ച് കുറവുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മാറി കൊടുക്കാം. ഒന്നിക്കെ ഈ പറഞ്ഞ അതായത് 990 എന്ന് പറഞ്ഞ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ടയർ 4 മാറിത്തരും ഈ റേറ്റിൽ. ഓക്കെ. അപ്പോൾ ഒരു പുതിയ വണ്ടി കൊണ്ടുവന്ന പുതിയ എന്നല്ല, ഒരു കണ്ടീഷനിൽ നിങ്ങൾ കൊണ്ടു നടക്കാം. നിങ്ങൾ എടുത്തപാട് നിങ്ങൾക്ക് പണിയൊന്നും ഉണ്ടാവില്ല, ടയർ മാറാനോ പിടിക്കാനൊന്നും ഉണ്ടാവില്ല. സർവീസ് ഇപ്പോൾ കഴിഞ്ഞാണോ? ഓക്കെ. സർവീസും കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത 0 റീപ്ലേസ്മെന്റ് ഫോർച്യൂണർ 2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് വാഹനം. അപ്പോൾ നോക്കുന്നവരുണ്ട്, പെട്ടെന്ന് വിളിച്ചോ. 990. ടാക്സോ കാര്യം ഒന്നും നടക്കണ്ട, ലോണും കിട്ടൂലേ? കിട്ടും. 7 ലക്ഷം കിട്ടുമോ? കിട്ടും, പക്ഷേ 2 വർഷം ഇനി ഉണ്ടാവുള്ളൂ പേപ്പർ, എന്നാലും കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുക്കുകയാണ്, ലോൺ സൗകര്യം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഫോർച്യൂണറാണ്. താല്പര്യം ഉണ്ടോ വിളിച്ചോ. അടുത്ത വണ്ടിയിൽ അടുത്തതാ അടിപൊളി ഒരു ബ്ലാക്ക് ഫോർച്യൂണർ. പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ്. പഞ്ചാബീസിന്റെ അവിടുത്തെ എന്താ പറയാ മോഡിഫിക്കേഷൻ കയറിയ വണ്ടിയാണ്. പെട്ടെന്ന് കാണുന്നില്ല, സൈഡിൽ നിന്ന് അലോയ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഡയറക്റ്റ് പഞ്ചാബിന്റെ ഇറക്കുമതിയാണ്. അവിടെ എത്ര ഓണർഷിപ്പ് ഇപ്പോ? ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് വാഹനം. ഇതേതാ മോഡല്? റോഡിൽ പോകുമ്പോൾ അത്യാവശ്യം ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. എല്ലാവരും നോക്കി പറയല്ല, അലോയ് വീലും ടയർസും അങ്ങനത്തെയാണ്. സാധാരണ ഫോർച്യൂണർ നമ്മൾ ഏകദേശം 1 ലക്ഷം രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. അത് ശരി, അലോയ് വീലൊക്കെ അല്ലേ? ഓക്കെ. ഏതാ മോഡൽ ഇത്? ഇത് 2009 ലാസ്റ്റ് വണ്ടിയാണ്. 4x4 മാനുവൽ.
9 4x4 മാനുവൽ വാഹനമാണ്. അപ്പോ പേപ്പർ ഇപ്പൊ എങ്ങനെയാ? പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ട്, 5 വർഷത്തേക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. 2030 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, 2030 വരെ നിലവിൽ പേപ്പറുള്ള വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ, പേപ്പർ നിലവിലായിട്ടുണ്ട്. അല്ല, കേരള ഇനി പേപ്പർ അത് അവിടുത്തെ ഫിറ്റ്നസ് എടുത്താണ്. ഇനി നമ്മൾ കേരള നമ്പറിലാക്കിയിട്ടാണ് ഇത് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ NOC എവിടെ എടുത്തിട്ടില്ല? ഇല്ലല്ല, NOC എടുത്തിട്ടില്ല. എടുക്കുന്ന ആളുടെ നിങ്ങൾ RTOയിലേക്ക് NOC കിട്ടുകയും ചെയ്യും. അവിടുന്ന് ഫിറ്റ്നസ് ആണ് എടുത്തത്, ഞാൻ ബേസിൽ മൊത്തം പേപ്പർ എടുത്തത്, സോറി. അപ്പോൾ അവിടുന്ന് ഫിറ്റ്നസ് ആണ് എടുത്തത്. ഇനിയിപ്പോൾ NOC എടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ 5 വർഷത്തേക്കുള്ള പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് കിലോമീറ്റർ എത്രയാണ് കാണിക്കുന്നത്? ഇത് കിലോമീറ്റർ 1.77 കാണിച്ചിട്ടുള്ളത്. നമ്മൾ ചെക്ക് ചെയ്ത പ്രകാരം 1.60 വരെ ഓടിയിട്ടുണ്ട്. നിങ്ങളുടെ മീറ്റർ വെച്ച് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് നമ്മളെ സ്വന്തം ടീം തന്നെ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ചെക്ക് ചെയ്ത പ്രകാരം ഒരു 1.60 താഴേക്ക് ഓടിയിട്ടുണ്ട്. ചെറുതായിട്ട് അത് അവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും തിരിക്കാറുണ്ടായി. നമ്മൾ അതുകൊണ്ടാണ് ചെക്ക് ചെയ്യണത്. അത് 1.2 മേലെ കാണിക്കണ്ടെന്ന് തിരിച്ചു. അത് കിലോമീറ്റർ അതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. നീറ്റല്ലേ വണ്ടി? വണ്ടി ഇന്റീരിയർ ഭയങ്കര നീറ്റാണ്, അത്യാവശ്യം ഭയങ്കര നീറ്റാണ്. എടുക്കുന്ന ആളുകൾക്ക് വേറെ വർക്കോ കാര്യങ്ങളോ എടുക്കാനില്ല. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 2 കൺവേർട്ട് ചെയ്തതാണ്. പിന്നെ വേറെ ഒരു വർക്ക് കൊടുക്കാനില്ല. ബോഡിയിലാണെങ്കിൽ ചെറിയൊരു ടച്ചപ്പ് ചെയ്യാണ്ട്, പക്ഷേ വേറെ പുട്ടിയോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ ഒന്നുമില്ല. ഗ്ലാസ് എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ്സിൽ ഡോട്ട് വന്നിട്ടുണ്ട്, അപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ചെറിയൊരു ഡോട്ട് ഉണ്ട്. ഓക്കെ, ഗ്ലാസ് മാത്രമാണ് മാറിയത്, വേറെ മേജർ ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത 2009 മോഡൽ. ഇനി 5 വർഷത്തേക്ക് പുതിയ പേപ്പറിൽ നിങ്ങളുടെ പേരിൽ കിട്ടാൻ പോകുന്ന വണ്ടിയാണ്. ഇത് ഫുൾ രജിസ്ട്രേഷൻ ആക്കിയിട്ടുള്ള വിലയല്ല നമ്മൾ പറയുന്നത്. എത്രയാ ചോദ്യം? 870 രൂപയാണ്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കാം. ഓക്കെ, ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ 8,70,000 രൂപയ്ക്ക് 2009 ടൈപ്പ് 2 കൺവേർട്ട് ചെയ്ത 4x4 മാനുവൽ ഈ ഒരു ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഇൻസ്പെക്ട് ചെയ്തെടുത്ത വണ്ടിയാണ്, ഒന്നും പേടിക്കാനില്ല. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ലുക്കും. അലോയ് വീലും ഉണ്ട്, ഏകദേശം 1 ലക്ഷം രൂപന്റെ അലോയ് വീലും ടയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലോൺ കാര്യമൊന്നും കിട്ടില്ല, മോഡലിന്റെ വഴക്കം കൊണ്ടാണ്. അടുത്ത ഫോർച്യൂണർ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഫോർച്യൂണറാണ്. ഇതും പഞ്ചാബ് രജിസ്ട്രേഷൻ തന്നെ. ഏതാ മോഡൽ? ഇത് 2009. 2009 സെയിം മോഡൽ. നിലവിൽ പേപ്പർ ഫിറ്റ്നസ് എടുത്ത ഫിറ്റ്നസ് എടുത്തിട്ടുണ്ട്. സിംഗിൾ ഓണർ അവിടെ? സെക്കൻഡ് ഓണർ ആണ് അവിടെ. സെക്കൻഡ് ഓണർ. ഓക്കെ, ഇതും ഫിറ്റ്നസ് എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നിങ്ങളുടെ പേരിലേക്ക് മാറി തരുന്ന 2009 മോഡൽ 4x4 മാനുവൽ. അതെ, സെയിം സാധനം തന്നെ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓട്ടോ എത്ര കാണിക്കുന്നത്? ഇത് 1.90 ആണ്. 1,90,000. ജെനുവിൻ ആണോ? ഏകദേശം ജെനുവിൻ കിലോമീറ്റർ ആണ്. ഓക്കെ, വലിയ മേജർ ക്ലെയിം ഇല്ലല്ല, ഒന്നുമില്ല. ഗ്ലാസ് മാറിയിട്ടുണ്ട്, പിന്നെ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെയിൻ ഗ്ലാസ് മാത്രം മാറി. ഇതും ഇന്റീരിയർ ഒക്കെ നീറ്റ് തന്നെ? ഇന്റീരിയർ നീറ്റ് ആണ്, കൊണ്ട് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, നീറ്റ് വണ്ടിയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. പുതിയ പേപ്പറിൽ നിങ്ങളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ആക്കി തരും, കേരള നമ്പർ ആക്കി. 780 രൂപക്ക് ഫൈനൽ കൊടുക്കും. 7,80,000 ഈ വാഹനം KL നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. KL നമ്പർ ആക്കിയിട്ട്. ആ ഒരു ഓട്ടത്തിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കും ഓട്ടത്തിന്റെ വ്യത്യാസം, പിന്നെ അലോയ് വീല് കുറവില്ല. ഓക്കെ, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ 780 കേരള നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 2009 ടൈപ്പ് 2 കൺവേർട്ട് ചെയ്ത 4x4 മാനുവൽ ഫോർച്യൂണർ കൊണ്ടുപോകാം. രണ്ടും ഒരേ സാധനത്തിന് വില വ്യത്യാസം ആവുകൊണ്ടാണ്, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ചെറിയ നെഗോസിയേഷൻ നമുക്ക് കൊടുക്കാം. നേരിട്ട് ഡയറക്റ്റ് വരികയാണെങ്കിൽ ഏത് വണ്ടിക്കാലും കൊടുക്കാം അല്ലേ? കൊടുക്കാം. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ഏത് വണ്ടിക്കുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നിർത്താണ് തൽക്കാലം. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഗ്യാരേജ് ഹെഡ് എന്നാണ് ഇവരുടെ ഷോറൂമിൻ്റെ പേര്. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും നമ്പർ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ബ്രോ, ഇനി ഏതൊക്കെ വണ്ടി സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? നിലവിൽ നമുക്ക് ഫോർഡ് എൻഡവർ വരാണ്ട്, മെഴ്സിഡീസിന്റെ C ക്ലാസ് വരാണ്ട്, E ക്ലാസ് കാര്യങ്ങളൊക്കെ വരാണ്ട്, പ്രീമിയം വെഹിക്കിൾസ് വരാണ്ട്. ഇതിപ്പോ നമ്മള് എൻഡവർ ഏതാണല്ലേ? എൻഡവർ 2018 മോഡൽ 3.2 വരാണ്ട്. 3.2. അപ്പോൾ അത് തപ്പി നടക്കുന്നവരുണ്ടെങ്കിലും വിളിച്ചോ. C ക്ലാസ് വരാനുണ്ട്, വേറെയും പ്രീമിയം വെഹിക്കിൾസ് ഒരുപാട് വരാണ്ട്. ഇതിപ്പോ നമ്മളോട് ടൈപ്പ് 2 ഒരുപാട് ചോദിക്കുന്നുണ്ട്, അതിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഫോർച്യൂണർ ഒരുപാട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, പഴയ മോഡലാണെങ്കിലും പിന്നെ അതാണെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. അപ്പോഴാണെങ്കിൽ ഡൽഹിയിൽ ഒരുപാട് വണ്ടികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചാബ് ആ ഏരിയയിൽ പോയിട്ട് അങ്ങനെ പഴയ വണ്ടികൾ എടുക്കും. ഡൽഹി പഴയ മോഡൽ ഇപ്പോൾ ഇറക്കി ഇല്ല, അവിടെ ഓടാനുള്ള പ്രശ്നങ്ങളുണ്ട്, എമിഷൻ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അതിന്റെ പരിസര പ്രദേശം പഞ്ചാബ്, ഹരിയാന ഇങ്ങനത്തെ അടുത്ത് പോയിട്ട് UP ഒക്കെ പോയിട്ട് എടുക്കാൻ പ്രത്യേകിച്ച് എടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ വണ്ടി ഇവര് നോക്കിയിട്ട് എടുക്കുന്നത് അല്ലേ ഏതാ വെച്ചാൽ. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ബ്രോ. ബൈ.